നെടുങ്കണ്ടം കരുണ ധ്യാന കേന്ദ്രത്തിൽ ദൈവകരുണയുടെ മൂന്നാമത് കൺവെൻഷനും തിരുനാളും പുതുഞായർ ആഘോഷവും 18 മുതൽ 27 വരെ തീയതികളിൽ നടക്കും. കൺവെൻഷന്റെ ഉദ്ഘാടനം 20-ാം തീയതി വൈകിട്ട് 4:30-ന് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ നിർവഹിക്കും. ഇടുക്കി രൂപതയുടെ കീഴിൽ നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന കരുണ ആനിമേഷൻ ആൻഡ് ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെന്ററിൽ ദൈവകരുണയുടെ മൂന്നാമത് കൺവെൻഷനും തിരുനാളും പുതുഞായർ ആഘോഷവും 18-ാം തീയതി മുതൽ 27-ാം തീയതി വരെ നടക്കുമെന്ന് ഡയറക്ടർ ഫാദർ ജെയിംസ് മാക്കിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കരുണ ഡിവൈൻ മേഴ്സി റിട്രീറ്റ് സെന്ററിൽ വെച്ച് മൂന്നാമത് ദൈവകരുണയുടെ കൺവെൻഷനും തിരുനാളും പുതുഞായർ ആഘോഷവും മുൻ വർഷങ്ങളിലെ പോലെ ആഘോഷമായിട്ട് ഈ വർഷവും നടത്തപ്പെടുകയാണ്. ഈ വരുന്ന ദുഃഖവെള്ളിയാഴ്ച ഏപ്രിൽ മാസം 18-ാം തീയതി വൈകുന്നേരം 4:30-ക്ക് കൺവെൻഷന് ഒരുക്കമായിട്ടുള്ള നൊവേന ആരംഭിക്കുകയാണ്. 18-19 തീയതികളിൽ വൈകുന്നേരം 5 മണി മുതൽ 8:30 വരെ കുരിശിന്റെ വഴി ജാഗരണ പ്രാർത്ഥന, നൊവേന തുടങ്ങിയവ നടക്കും. 20-ാം തീയതി മുതൽ വൈകുന്നേരം 4:30-ന് വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, ആരാധന, നൊവേന എന്നിവ ഉണ്ടായിരിക്കും. 20-ാം തീയതി വൈകുന്നേരം 4:30-ന് ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരിവേലിക്കൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്നുള്ള ദിവസങ്ങളിൽ മോൺസിഞ്ഞോർ എബ്രഹാം പുറയാറ്റ്, ഫാദർ മാർട്ടിൻ പൊൻപതാൽ, ഫാദർ ജോൺ ചാനഞ്ചിറയിൽ, ഫാദർ ബെഞ്ചമിൻ എന്നിവർ വിശുദ്ധ കുർബാനകൾക്ക് കാർമ്മികത്വം വഹിക്കും. വിവിധ ദിവസങ്ങളിൽ കേരളത്തിലെ പ്രമുഖ വചനപ്രഘോഷകരായ ഫാദർ സെബാസ്റ്റ്യൻ പൂവത്തുങ്കൽ, സിസ്റ്റർ ലിസ്യു മരിയ, ഫാദർ ജെയിംസ് മഞ്ഞാക്കൽ, ഫാദർ സിജോ തയ്യാലക്കൽ, മഞ്ജിത തെരേസ, ബ്രദർ സാബു ആറുതൊട്ടിയിൽ, ബ്രദർ സന്തോഷ് കരുമാത്ര, ഫാദർ ജിൻസ് ചീങ്കല്ലേൽ എന്നിവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. 25-ാം തീയതി വൈകുന്നേരം 4:30-നുള്ള വിശുദ്ധ കുർബാനയ്ക്ക് സീറോ മലബാർ സഭയുടെ കൂരിയ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ കാർമ്മികത്വം വഹിക്കും. സമാപന ദിവസമായ 27-ാം തീയതി വൈകുന്നേരം 4:30-ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ വിശുദ്ധ കുർബാനയ്ക്കും തിരുനാളിനും ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിനും മുഖ്യ കാർമ്മികത്വം വഹിക്കും. റിട്രീറ്റ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ബിബിൻ അറയ്ക്കൽ, ഡെന്നി താണുശ്ശേരിക്കാരൻ, ഷിജോ ശൗര്യാങ്കുഴി, ബ്രദർ റെജി പുതുപ്പറമ്പിൽ, ബ്രദർ വിനോദ് കളപ്പുരയ്ക്കൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.